പി സി ജോർജിന്റെ അപ്പൻ പാലത്തോട്ടത്തിൽ വീട്ടിൽ ചാക്കോ ആണെന്നായിരുന്നു ഇത്രയും കാലം ഈ നാടിന്റെ വിശ്വാസം. എന്നാൽ ആ വിശ്വാസം തെറ്റാണെന്ന് പി സി ജോർജ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. തനിക്ക് ഒരേ ഒരു അപ്പനേ ഉള്ളത്രേ. ആ അപ്പൻ ആരാണെന്ന് അദ്ദേഹം തന്നെ നിങ്ങളോട് പറയും. എനിക്ക് ഒരു തന്തയേ ഉള്ളൂ, അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി തന്നെയാണ്. മാറുന്ന പ്രശ്നമില്ല, ഇതാ സത്യം. അയ്യോ, ആണോ? അങ്ങനെയായിരുന്നു. ഇതിലൊന്നും നാട്ടുകാർക്ക് കിടന്ന് തർക്കിക്കേണ്ട കാര്യമില്ല. ഒരാൾ എൻ്റെ പിതാവ് ആരാണെന്ന് സ്വയം തുറന്നു പറഞ്ഞാൽ അത് കേൾക്കുക, ചിരിക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാലും ഗുജറാത്തുകാരനായിട്ടുള്ള വ്യക്തി ഇങ്ങ് കോട്ടയത്ത് എങ്ങനെ വന്നു എന്നുള്ള ചോദ്യമൊക്കെ നാട്ടുകാർ ട്രോളായി ഉന്നയിക്കുമെങ്കിലും അതൊന്നും ഓൺ ചെയ്യുന്നില്ല. എന്തായാലും പി സി ജോർജ് BJPയിൽ എത്തിയതിന് ശേഷം അദ്ദേഹം സ്വന്തം അപ്പനെ പ്രഖ്യാപിച്ചുകൊണ്ട് ചില വെളിപ്പെടുത്തൽ കൂടി നടത്തിയിട്ടുണ്ട്. BJP പൂഞ്ഞാറിൽ ഇക്കുറി ചില്ലറ പൈസയല്ല വെട്ടിക്കൊണ്ടുപോയത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ മത്സര രംഗത്ത് ഇറക്കിക്കൊണ്ട് 4 കോടി രൂപ അവിടെ കൊണ്ടുവന്നു. ഏത് വഴിയിലൂടെയൊക്കെ BJP നേതാക്കന്മാർ അത് അടിച്ചുകൊണ്ട് പോയി എന്ന വിവരം തനിക്ക് അറിയില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും BJP ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടിയിലേക്ക് കൊട്ടിഘോഷിച്ച് എത്തിച്ച പി സി ജോർജ് തന്നെ BJPയെ കുറിച്ച് ആ പാർട്ടിക്കകത്ത് നിന്നുള്ള അനുഭവം വെച്ചിട്ട് ഇക്കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അക്കാര്യത്തിൽ ആരും സംശയിക്കേണ്ട കാര്യമില്ല. BJPക്കാർ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോടാനുകോടി രൂപ, അത് കള്ളപ്പണം, ഇവിടെ തെരഞ്ഞെടുപ്പ് ഫണ്ടായി വന്നതിനെ മുഴുവൻ കൈ കിട്ടിയവർ മുക്കിക്കൊണ്ട് പോയി എന്നുള്ള തുറന്നു പറച്ചിലാണ് പി സി ജോർജ് ഈ നടത്തിയിട്ടുള്ളത്. 4.5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ. അറിയാമോ? എത്ര പേർക്കറിയാം? നിങ്ങൾ രാജ്യത്തെ വീതം പറ്റിയിട്ടുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചു ഞാൻ തൊട്ടിൽ ആ രൂപയിലെ തൊട്ടിൽ നിന്ന് മാത്രമല്ല മുഴുവൻ നമ്മുടെ സജി കുരിക്കാട്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റില്ല. സാമ്പത്തിക കാര്യത്തിൽ ഇടപാടില്ലാതെ സാമ്പത്തിക കാര്യങ്ങൾ അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് കാര്യം വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സജി ആ കണക്ക് തരാമെന്ന്. ഒരു കണക്ക് തരാമെന്ന് 3 ദിവസം കഴിഞ്ഞിട്ട് കണക്ക് ഇങ്ങോട്ട് 4 കോടി 45 ലക്ഷം രൂപ ചെലവായിട്ട് കണക്ക് കൊടുക്കും. ഞാൻ ആരെയും കാണിക്കാൻ പോയി. കാരണം അത് കാണിച്ചത് നമ്മുടെ പാർട്ടി പ്രവർത്തനം കൂടെ നടക്കണം. അത് പലരും ഞാൻ വിളിച്ചു ചോദിച്ചാൽ അവർ അറിഞ്ഞിട്ടില്ല. ഞാൻ മിണ്ടാതിരിക്കാന്നുള്ളത് മാത്രം. ഞാൻ വിടുന്നില്ല, ഇപ്പോഴും കിട്ടാൻ തരാറില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നാം നിങ്ങൾ ആരെങ്കിലും എടുത്തോ അതിനകത്ത് പാർട്ടിക്ക് വേണ്ടി വല്ലതും ചെയ്തോ. വിജയക്കാരെ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ വർദ്ധിക്കാൻ ഒന്ന് ആലോചിച്ചു. ഒരു ബൂത്തിൽ 31,000 രൂപ വെച്ച് കൊടുക്കാൻ ശക്തമായ നിർദ്ദേശം കൊടുക്കുക. എത്ര ബൂത്ത് കൊടുക്കും? നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുക. ഇങ്ങനെയുള്ള പാർട്ടി മോഡി മകൻ ജോർജ് ഇത് തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തന്തയോടുള്ള സ്നേഹം കൂടി കൊണ്ടാണ്. തനിക്കൊറ്റ തന്തയേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പാർട്ടിയുടെ മുഖമായിട്ടുള്ള അപ്പനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു മകൻ പച്ച കള്ളം പറയുമെന്ന് ആരും വിചാരിക്കേണ്ട. അദ്ദേഹം എന്തോ മനസ്താപം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തുറന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും BJP എന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ തട്ടിപ്പ്, വെട്ടിപ്പ്, പണം അടിച്ചുകൊണ്ട് പോക്ക്, പണം കൊള്ള, കള്ളപ്പണക്കടത്ത് തുടങ്ങിയവയാണ് ഇതിനകത്തെ മുഖ്യ പാർട്ടി പ്രവർത്തനമെന്ന് പി സി ജോർജിന്റെ വാക്കുകൾ കൃത്യമായി തെളിയിക്കുകയാണ്. ഇനി മുതൽ പി സി ജോർജ് അല്ല, PC ദാമോദര മോദി ജോർജ് എന്ന് വേണം അദ്ദേഹത്തെ വിളിക്കാൻ. കാര്യം പിതാവിന്റെ പേര് കൂടി ചേർത്ത് വിളിക്കുമ്പോൾ അങ്ങനെ ആയിട്ട് ആ പേര് പരിവർത്തനം ഉണ്ടാവുകയാണ്.